നമ്മൾ ഇപ്പോൾ ഒരാളെ കുത്തിക്കൊന്നു, ആ കുത്തിക്കൊന്ന ആ കത്തിയിൽ അതിന്റെ മെമ്മറി ഉണ്ടെന്ന്. ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് -30 ടെമ്പറേച്ചറുള്ള സ്ഥലത്താണ്. നിങ്ങളുടെ കാലുകൾ മരച്ചിട്ടുണ്ടാവും. എന്ന ഹിപ്നോട്ടിസം ചെയ്തിട്ട് ആ വ്യക്തിയുടെ സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ കാലിൽ മരപ്പ് ഫീൽ ചെയ്യും. എങ്ങനെ തരത്തിലുള്ള ആൾക്കാരെയായിരിക്കും ഈ ആത്മാക്കൾ ചൂസ് ചെയ്യുന്നത്? അങ്ങനെ ചൂസ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇത് 1% നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാം സൈക്കോസോമാറ്റിക് ആൻഡ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ള ആളുകളാണ്. 1%. ചിലർ പറയും എനിക്കിങ്ങനെ എൻ്റെ പുറകിൽ നിന്ന് ഒരാൾ ഇങ്ങനെ പറയുന്ന പോലെ ഇങ്ങനെ തോന്നുമെന്ന് പറയും. OCD ആണത്. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു കേസ് വന്നതാണ്. അപ്പോൾ ആര് വന്നത് ആ കുറച്ച് സൂയിസൈഡ് അറ്റംപ്റ്റാണ്. വണ്ടിക്ക് ഫ്രണ്ട് ചാടാൻ തുടങ്ങും, കൈ മുറിക്കാൻ തുടങ്ങും. ലാസ്റ്റ് അവർക്ക് ആ ഒരു വേറൊരു പ്രസൻസ് ഫീൽ ചെയ്യും. അപ്പോൾ ഉറങ്ങാത്ത ആളുകൾക്ക് അവർ ഒന്നുകിൽ കിടക്കുന്നതിന് മുമ്പ് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം. ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാകും. ആങ്സൈറ്റി വരുമ്പോൾ നമുക്ക് പല പല ചിന്തകളായിരിക്കും മനസ്സിലേക്ക് വരിക. അപ്പോൾ ഉറക്കത്തിൽ മുഴുവനും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള സ്വപ്നങ്ങളും ഓർക്കാൻ പറ്റാത്ത പേടിപ്പിക്കുന്ന രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും ഇവർ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോഴേക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് വെച്ചാൽ അവർ ആങ്സൈറ്റി പ്രോബ്ലം അതിനെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. സാധാരണ ഡിഫിക്കൽട്ടി ആയിട്ട് ഉറക്കമുള്ള ആളുകൾക്ക് ഞാൻ സബ്ലിമിനൽ മെസ്സേജസ് എന്ന് പറഞ്ഞ സാധനം ചെയ്തു കൊടുക്കും. മ്യൂസിക് നമുക്ക് ഉറങ്ങാൻ സാധിക്കും, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഓക്കെ, ആ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ തെറാപ്പി എങ്ങനെയാണ്? തെറാപ്പി അല്ല, നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം വന്നുകൊണ്ട് ഈ സ്വപ്നം പ്രശ്നം വരുമ്പോൾ അതിന് ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സംഭവം. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് വർക്ക് ചെയ്യും. നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്സസ് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂസിക് ഉണ്ട്. മിക്ക ആളുകളും ഇപ്പോൾ പേരൻസ് നമ്മുടെ ചില കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. ഇവർ ചില മ്യൂസിക്കിന് അഡിക്റ്റാണ്, BTS പോലെയുള്ള മ്യൂസിക്കിന് അഡിക്റ്റാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്തെല്ലാം സബ്ലിമിനൽ മെസ്സേജുകളുണ്ടാവും. നമ്മുടെ മനസ്സിലേക്ക് അഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജുകൾ ഇവർക്ക് ഇതിനകത്ത് കിടപ്പുണ്ടാവും. ഇത് നമുക്ക് കേൾക്കാൻ പറ്റില്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ട്രേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെഡ്സ് ആയിരിക്കും ഇതിനകത്ത്. ഓക്കെ, അത് നമ്മുടെ മ്യൂസിക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഡിസ്റ്റർബൻസ് വരുന്നത് കേൾക്കാൻ പറ്റും, നമുക്കറിയാലോ. ചില പാട്ടുകൾ ഭയങ്കര സൂത്തനിങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് എടുക്കുന്ന സെൻസ് കൊണ്ടാണ് അതങ്ങനെ ആകുന്നത്. ഇതേപോലെയാണ് നമ്മൾ പോലും കേൾക്കാത്ത രീതിയിലുള്ള മെസ്സേജ് ഇവർ ഇൻഫിൽ ചെയ്തിട്ട് ഇതിനെ നമ്മൾ പ്രോബ്ലമാറ്റിക്കായി കൊണ്ടുവരുന്നത്. പക്ഷെ ഇതിനെ നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സബ്ലിമിനൽ മെസ്സേജ് വെച്ചിട്ടുള്ള മ്യൂസിക് ചെയ്ത് കൊടുക്കുന്നത്. പോസിറ്റീവ് ഇൻഫർമേഷൻ ആയിരിക്കും. നന്നായി ഉറങ്ങാൻ സാധിക്കുമെന്ന്, സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഈ സ്ഥിരമായി ദുസ്വപ്നങ്ങൾ കണ്ട് എണീക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്നും ഒരേ സ്വപ്നങ്ങൾ കാണുന്നവരുണ്ട്. അതെന്തുകൊണ്ടാണ്? റിപ്പീറ്റായിട്ട് ചിന്തകൾ വരുന്നുണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു അഡൽട്ടായിട്ട് വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും 60,000 to 70,000 ചിന്തകളാണ് ഒരു ദിവസം വരുന്നത്. ഇതിൽ ഫണ്ണെന്ന് പറയുന്നത് 95% ചിന്തകളും പഴയ ചിന്തകൾ തന്നെയായിരിക്കും. അപ്പോൾ പഴയ ചിന്തകൾ വരുമ്പോൾ റിപ്പീറ്റായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും 400 മെസ്സേജ് യൂണിറ്റ്സ് ഒരു മിനിറ്റിൽ ഒരു വ്യക്തിയുടെ തലച്ചോറിലേക്ക് കടക്കുന്നതിന് പകരം ഇതേ സെയിം സംഭവം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് വരികയും ചെയ്യുമ്പോൾ നമ്മുടെ ന്യൂറോൺസ് ഫയർ ചെയ്യുന്നത് നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടെന്ന് അറിയാമല്ലോ അല്ലേ? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അസറ്റൽ കൊളൈൻ പോലെയുള്ള പല ഹോർമോൺസാണ്. ഇതെല്ലാം കെമിക്കൽസാണ്. ഡോപ്പാമൈൻ, അസറ്റൈക്കോളിൻ, ഡോപ്പാമൈൻ എന്ന് പറയുന്ന അഡ്രിനാലിൻ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പമ്പ് ചെയ്യുമ്പോഴേക്കും ആ ഇമോഷൻ അവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ അന്ന് കണ്ട സംഭവങ്ങൾ മുഴുവൻ ഏറ്റവും പീക്കായിട്ടുള്ള ഇൻസിഡൻറ്റിനെ വെച്ചിട്ടായിരിക്കും സ്ഥിരമായിട്ട് സെയിം സംഭവത്തിന് ദുസ്വപ്നം കാണുകയും അതിനെപ്പറ്റി തന്നെ പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, ഈ ചില സ്വപ്നങ്ങൾ നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് ഓർത്തെടുക്കണം എന്ന് തോന്നാറുണ്ട്. എന്നുവെച്ചാൽ ആ സ്വപ്നം എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി കിടക്കാറുണ്ട്. ഹിപ്നോതെറാപ്പിയിലൂടെ നമുക്ക് അങ്ങനെ മറന്നുപോയ സ്വപ്നങ്ങളെ ഓർത്തെടുക്കാൻ സാധിക്കും. സ്വപ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഇറലവൻ്റ് ആയിട്ട് കിടക്കുന്ന സംഭവങ്ങളാണ്. അത് ആ ഒറ്റ ദിവസത്തെ സംഭവം. ആ ഉറങ്ങുന്ന സമയത്തേക്ക് നമ്മൾ ഡ്രീംസ് കാണുക എന്ന് പറയുന്നത് നമ്മൾ അന്നത്തെ ദിവസം മുഴുവനും നമ്മുടെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ പ്രോഗ്രാം ചെയ്യുന്ന സമയമാണ് നമ്മൾ ഉറങ്ങുന്ന സമയം. അന്ന് മുഴുവനും കണ്ട സംഭവങ്ങൾ മുഴുവനും പ്രോഗ്രാം ചെയ്യുന്ന സമയമാണ് ഉറങ്ങുന്നത്. അതായത് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മെസ്സേജ് യൂണിറ്റുകൾ നോർമലി നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ 1 to 2 hours നിൽക്കത്തുള്ളൂ. ഇതിന് ശേഷം ബാക്കി ഉറങ്ങുന്ന സമയം വരെ ക്രിട്ടിക്കൽ മൈൻഡിലായിരിക്കും ഇതിൻ്റെ ആ മെസ്സേജസ് കിടക്കുന്നത്. ഉറങ്ങാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇതാണ് സാധാരണ സംഭവിക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് ആ ഒറ്റ ദിവസത്തെ പ്രോഗ്രാമേ ഉള്ളൂ. അപ്പോൾ അത് ഹിപ്നോതെറാപ്പിയിൽ നമുക്ക് ഒരിക്കലും ആ സാധനത്തിന് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇമോഷൻ അതിനോട് അസോസിയേറ്റ് പ്രശ്നം ഉണ്ടായിരിക്കുമല്ലോ, അതിന് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അന്ന് നമ്മൾ ആദ്യത്തെ ഇൻ്റർവ്യൂവിന് ഇരുന്നതിന് ശേഷം ഞാൻ പിന്നീട് ഒരുപാട് ഈ പാരാസൈക്കോളജി അങ്ങനത്തെ മേഖലകളിലൂടെയൊക്കെ കുറച്ച് ഇന്റർവ്യൂസ് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ എനിക്കുള്ള കുറച്ച് സംശയങ്ങളാണ്. ഇതിൽ ആദ്യത്തെ ഞാനൊരു പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് മാത്യു സാർ, നമുക്ക് എല്ലാവർക്കും അറിയാം, സാറിനായിട്ടുള്ള ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ ഇന്റർവ്യൂവിൽ സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഇപ്പോൾ ഒരാളെ കുത്തിക്കൊന്നു,
ഓക്കെ. ആ കുത്തി കൊന്ന ആ കത്തിയിൽ അതിന്റെ മെമ്മറി ഉണ്ടെന്ന്. അപ്പൊ ആ കത്തി പിന്നീട് വേറൊരാൾ പിടിക്കുമ്പോൾ ആ വൈബ്രേഷൻ ആ ഒരു മനുഷ്യനിലേക്ക് കിട്ടും. അങ്ങനെ അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? ഇവിടെ പോസിബിൾ ആണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ശരിക്കും യൂസ് ചെയ്യുന്ന സംഭവം മെസ്മറിസത്തിൻ്റെ സംഭവം തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് എവറി ഹ്യൂമൻ ബീയിങ്ങിനേക്കാൾ ഒരു യൂണിവേഴ്സിലൊരു എനർജി ഉണ്ട്. യൂണിവേഴ്സൽ എനർജി എന്ന് വെച്ചാൽ ഈവൻ പ്ലാന്റ്സിന് എനർജി ഉണ്ട്, ഇല്ലേ? മൃഗങ്ങൾക്ക് എനർജി ഉണ്ട്. അതേപോലെ നമ്മളിരിക്കുന്ന സ്ഥലത്തിന് എനർജി ഉണ്ട്, നമ്മൾ പറയുന്ന വാക്കുകൾക്ക് എനർജി ഉണ്ട്. നമ്മളിരിക്കുന്ന ഒരു കസേരയിൽ ഒരു ദിവസം സ്ഥിരമായിട്ടിരിക്കുന്ന ആളുകളാണ് നമുക്ക് ആ കസേരയിൽ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യാൻ തുടങ്ങും, അല്ലേ? വേറെ ആൾ വന്നിരിക്കുമ്പോഴേക്കും ആ കസേരയിൽ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഹയർ ഇമോഷനിലോട് കൂടി ഒരു ക്രൈം ചെയ്താൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വേറെ ആൾക്ക് പിടിക്കുമ്പോൾ അത് ഫീൽ ചെയ്തിരിക്കും. അതിൽ വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ കത്തി എടുക്കണം, ആ നെഗറ്റീവ് വൈബ്രേഷൻ എനിക്കൊരാളെ കൊല്ലാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന വീടുകളിൽ നിന്ന് കഴിഞ്ഞാൽ വീട്ടിലെ പ്രസൻസ് നമുക്കറിയാൻ പറ്റും. നമ്മളിപ്പോൾ സിമ്പിൾ സംഭവമാണ്. ചില വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് പറയാൻ പറ്റും വീട്ടിൽ ഭയങ്കര പ്രശ്നം, വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു നിൽക്കാനൊരു സുഖമില്ല. സ്വാഭാവികമായിട്ട് ആ വീട്ടിൽ സംസാരിക്കുന്ന വാക്കുകളും അവർ ഉപയോഗിക്കുന്ന സംഭവങ്ങളെല്ലാം മോശമായിരിക്കാം. റിപ്പീറ്റായിട്ട് പ്രശ്നമുള്ള വീടുകളായിരിക്കും. അങ്ങനെയുള്ള വീടുകളിലൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു റിപ്പൽ ഫീൽ കിട്ടും. ആ റിപ്പൽ ഫീൽ നമ്മുടെ എനർജി ഉള്ളതുകൊണ്ടാണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി നമുക്കുള്ളത് കൊണ്ടാണ് അവിടെ കയറ്റുമ്പോൾ ആ എനർജി നമുക്ക് റിപ്പൽ ചെയ്യുന്നത്. അപ്പോൾ ആ വീട്ടിൽ അത്ര എനർജി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തകൾക്കും ഈ സെയിം സംഭവം ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ ആത്മഹത്യകൾ നടന്നിട്ടുള്ള വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു റൂം അതിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ആ ഒരു ഡാർക്കർ മൂഡിലേക്ക് മാറിപ്പോവും. നമ്മൾ അത്രയും ഹാപ്പി ആയി വന്നു, പക്ഷെ അവിടെ എത്തുമ്പോൾ ഒരു മൂകതയിലേക്ക് എത്താറുണ്ട്. അതെന്തുകൊണ്ടാണ്? മനസ്സിൻ്റെ ഉണ്ട് ഒരു 95% മാനസികമായിട്ടുള്ള ഒരു ഫീലായിരിക്കും. നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാറ്റിക്കുള്ള സംഭവമാണ് നമുക്കെല്ലാവർക്കും, ഒരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ അത് മനസ്സിൽ കിടപ്പുണ്ടാവും. അപ്പോൾ ആത്മഹത്യ ചെയ്ത റൂമിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ പണ്ട് മുതലായ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓർമ്മകളിലേക്ക് വരും. ആത്മഹത്യ ചെയ്ത ആത്മാക്കളിലുള്ള പറന്ന് കിടക്കുന്നുണ്ടാവും, ഇവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഈ പേടി ഒന്നാമത്തെ മനസ്സിലുണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സങ്കടമായിരിക്കും. ഈ ഇമോഷൻസ് എല്ലാം കൂടെ തളഞ്ഞു കൂടി കിടക്കുന്ന സ്ഥലമാണ് അങ്ങനെയുള്ള വീടുകളും സ്ഥലങ്ങളും എല്ലാം. അതുകൊണ്ടാണ് നമ്മൾ സെമിത്തേരിയിൽ പോകുമ്പോഴും വികാരമായിരിക്കും. സെമിത്തേരിയിലാരും സന്തോഷിച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ ശ്മശാനത്തിലാരും സന്തോഷിച്ച് പോകുന്നത് കണ്ടിട്ടില്ല. അവിടെ ഇരിക്കുന്ന വികാരം എന്താണ്? ഒരു മരണപ്പെട്ടതിന് ശേഷമുള്ളൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ ആളുകളുടെ ചിന്ത അങ്ങനെയായിരിക്കും. അപ്പോൾ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ്സ് എവറിത്തിങ്. നമ്മൾ ജീവിക്കുന്ന എൻവയോൺമെൻറ്റും നമ്മൾ ചെല്ലുന്ന എൻവയോൺമെൻറ്റും അത് അതേപോലെ ക്രിയേറ്റ് ചെയ്യപ്പെടും. നമ്മുടെ ഒരു ബോസിൻ്റെ മുറിയിലേക്ക് നമ്മൾ ദേഷ്യത്തോടെ കയറി കഴിഞ്ഞാൽ ബോസിനും ദേഷ്യമായിരിക്കും. ശരിയാണ്, ആ ഒരു വൈബ്രേഷൻ്റെ ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത വീടുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ്രേഷൻ അതാണ്. ആ വൈബ്രേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഇപ്പോൾ മണിയമ്പിള്ള രാജു സാറ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ഏതൊരു സിനിമയുടെ ഭാഗമായിട്ട് ഒരു ഹോട്ടൽ മുറിയിൽ 505 എന്ന നമ്പർ റൂമിൽ പുള്ളി താമസിക്കുകയാണ്. പൊതുവേ പുള്ളി എല്ലാ പ്രാവശ്യവും ചെല്ലുമ്പോൾ 504 മുറിയിലാണ് അത്ര താമസിക്കാറ്. പക്ഷെ അന്ന് ആ റൂം ഫില്ലായതുകൊണ്ട് 505 താമസിച്ചു. അന്ന് പുള്ളി ചെന്ന് ഫ്രഷായി ഒന്ന് ഉറങ്ങുമ്പോൾ സമയത്ത് നമ്മുടെ നടി മോനിഷ ഒന്ന് മരിച്ചിട്ട് ഒരു 3-4 മാസങ്ങൾ പിന്നിട്ടിട്ടേ ഉള്ളൂ. അപ്പൊ മോനിഷയെ അദ്ദേഹം കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു സൺഫ്ലവർ ഉള്ള ഫ്രണ്ടിൽ ഒരു സൺഫ്ലവർ ഉള്ള വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് കണ്ടത്. അപ്പോ സ്വപ്നമാണെന്ന് പുള്ളി പറയുന്നുണ്ട്. അതിൽ പുള്ളി ചോദിച്ചു, എന്താ മോനിഷ എന്താ ഇവിടെ എന്തോ ചോദിച്ചപ്പോ അമ്മ എവിടേക്ക് പോയിരിക്കുകയാണെന്ന് എന്തോ പറഞ്ഞു. പക്ഷെ പിന്നീട് പെട്ടെന്ന് കറണ്ട് പോയി, പുള്ളി ആ സ്വപ്നത്തിൽ നിന്ന് എണീച്ചു. അപ്പൊ പുള്ളിക്കത് ഒരു ബാഡ് അടിച്ചപ്പോ പുള്ളി പിന്നീട് അത് ലാലേട്ടനുമായിട്ട് ഷെയർ ചെയ്തു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ ലാലേട്ടൻ പറയണേ, ലാലേട്ടൻ ഒരു സിനിമയിൽ മറ്റേ ഡാൻസ് കളിക്കുന്ന ഒരു സിനിമ മോനിഷയുടെ ഒപ്പം, ആ സിനിമയില് കമലദളത്തില് ഇതിന്റെ 100ാം ദിവസത്തിന്റെ സെലിബ്രേഷന് മോനിഷ വന്നപ്പോൾ മോനിഷ താമസിക്കുന്നത് 505 നമ്പർ മുറിയിലാണ്. അന്ന് മോനിഷ ഇട്ടിരുന്ന ഡ്രസ്സാണ് ഈ വൈറ്റിൽ സൺഫ്ലവർ ഉള്ള ഡ്രസ്സ് എന്ന് പറയുന്നത്. അത് മണിയമ്പിള്ള രാജ് സാർ കണ്ടിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ആ റൂമിൽ കിടന്നപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം കാണാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്തത്? ഞാൻ മോനിഷ മരിച്ചത് എനിക്കറിയില്ല. മോനിഷ മരിച്ചത് ആ റൂമിൽ വെച്ചാണോ? അല്ല, മോനിഷ മരിച്ചത് അവിടെയല്ല. ഈ കമലദളം സിനിമയുടെ 100ാം ദിവസത്തിന്റെ ആഘോഷത്തിന് മോനിഷ വന്ന സമയത്ത് മോനിഷ താമസിച്ചിരുന്നത് ഈ 505 എന്ന് പറഞ്ഞ മണിയമ്പിള്ള രാജ് സാർ അന്ന് താമസിച്ചിരുന്ന ആ റൂമിലാണ്. അന്ന് അവരിട്ട ഡ്രസ്സാണ് ഈ വൈറ്റിൽ സൺഫ്ലവർ. ഇതേ ഡ്രസ്സിലാണ് മണിയമ്പിള്ള രാജ് സാർ സ്വപ്നമാണെങ്കിൽ അങ്ങനെ അത് കണ്ടിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഈ റൂമിലുള്ളത് കൊണ്ടാണോ അദ്ദേഹത്തിന് ആ സെയിം കോസ്റ്റ്യൂമിലും? പുള്ളിക്ക് അറിയത്തില്ലല്ലോ, പുള്ളിക്കാരത്തി ഇവിടെ താമസിക്കുന്നൊന്നും മണിയമ്പിള്ള രാജ് സാറിന് അറിയില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഇത് കിട്ടിയത്? മണിയമ്പിള്ള സാർ പറഞ്ഞത് ഒരു സ്വപ്നമാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഉറങ്ങുമായിരുന്നു, ഇത് കണ്ടു, സംസാരിച്ചു, എണീച്ചു. ഇതാണ് ലൂസിഡ് ഡ്രീം എന്ന് ഞാൻ ആദ്യം പറഞ്ഞ സംഭവം.
ഓക്കെ, അത് ലൂസിഡ് ഡ്രീം ആണ്. ലൂസിഡ് ഡ്രീമാണ്. ആ ലൂസിഡ് ഡ്രീമിൽ നമുക്ക് അവിടെ എനർജിയുടെ പ്രസൻസോ എന്ത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കണക്ട്. നമ്മൾ ഉറക്കത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഉറക്കത്തിനിപ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ടല്ല ഉറങ്ങുന്നെങ്കിൽ നമ്മൾ ഡീപ്പർ സ്റ്റേജിലേക്ക് ഉറങ്ങാനും പറ്റത്തില്ല. ആ സമയത്ത് ചുറ്റുപാടുള്ള ശബ്ദങ്ങളോ വാക്കുകളോ എന്ത് കാര്യം ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് എന്ത് ഇമോഷണൽ ഫ്രീക്വൻസീസ് അവിടെ പാസ് ചെയ്താലും നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്വപ്നങ്ങളായിട്ട് കിട്ടാം. ഓക്കെ. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസിനകത്ത് പറയുന്നത് സ്വപ്നങ്ങൾ 2 തരത്തിലാണ് വരിക. ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാകാം, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ടാകും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ്. ഉറക്കത്തിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ ദേഹത്ത് ഒരു തുള്ളി വെള്ളം ചാടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീപ്പ് സ്റ്റേറ്റിലേക്ക് ഉറക്കത്തിൽ പിന്നെ സ്വപ്നം കാണുന്നത് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതായിരിക്കും. എങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്നായിരിക്കും. ചില സമയത്ത് നമ്മളിപ്പോൾ നല്ല ഡീപ്പർ സ്ലീപ്പിലായിരിക്കും. ആ സമയത്ത് വിചാരിക്കും, ഞാൻ ടൗണിൽ കൂടെ പോവാണ്, വസ്ത്രങ്ങളൊന്നുമില്ല, ഭയങ്കര മിക്ക ആളുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഞാനും അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് സംഭവം എന്ന് വെച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ദേഹത്ത് നിന്ന് ചിലപ്പോൾ ഡ്രസ്സ് മാറിക്കിടപ്പുണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തു, അത് ഇൻറ്റേർണലി നമുക്ക് ഡ്രീമായിട്ട് സെറ്റ് ചെയ്തു. ഇതേപോലെ ആയിരിക്കും മണിമല്ലൂർ രാജ സാറും കണ്ടതും. അത് ലൂസിഡ് ഡ്രീമിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ചിന്തകളോ അല്ലെങ്കിൽ തോട്ടോ ഫ്രീക്വൻസിയോ ആ പരിസരത്ത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ കണക്ട്. ഓക്കെ. ഈ പൊസഷൻ അതല്ലെങ്കിൽ ഈ സോളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഹിപ്നോതെറാപ്പി ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു തെറാപ്പി രീതിയായിട്ട് എടുക്കാൻ പറ്റും? ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ പക്ഷേ പല ആളുകൾക്കും അത് ഡൈജസ്റ്റീവ് ആകുകയില്ല. കാരണം അത് ലിറ്ററലി നമുക്കറിയാം, അത് ആൾക്കാർ കംപ്ലീറ്റ്ലി കണക്ക് കൂട്ടുന്നത് മതപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടായിരിക്കും. എത്തിസ്റ്റുകളായ പ്രേതങ്ങളുണ്ടെങ്കിൽ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് മതപരമായിട്ട് കണക്ട് ചെയ്ത് പക്ഷേ ഹിപ്നോതെറാപ്പിയിൽ സ്പിരിറ്റ് റിലീസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദമായിട്ട് പറയാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒരു തെറ്റായ കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണ്. അനുഭവങ്ങളുണ്ട്, കാരണം മോഡേൺ വേൾഡ് ഇങ്ങനെയാണ്. ഞാൻ പഠിച്ച ശാസ്ത്രശാഖകൾ ഇതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു ചിന്താഗതി എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ്. അതിനെപ്പറ്റി 1-2 അനുഭവങ്ങളോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടുന്ന ആളുകൾക്കൊക്കെ പറയാൻ പറ്റിയെന്ന് വരാം. ഓക്കെ. നമ്മൾ ഈ അനന്തഭദ്രം സിനിമ കണ്ടപ്പോഴൊക്കെ ഈ പരകായ പ്രവേശം എന്ന് പറയുന്ന ഒരു സാധനം ഇന്നും നമ്മുടെ മനസ്സിലൊക്കെ സ്റ്റേ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു വേറൊരു സിനിമ വന്നൊരു മോതിരം കൈമാറുന്നതിന് ശേഷം ഷൈൻ ടോം ചാക്കോന്റെ, അങ്ങനെയൊക്കെ പോസിബിൾ ആണോ? അതൊന്നും പോസിബിൾ അല്ല. ഈ പരകായ പ്രവേശം പോസിബിൾ ആണോ? നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നമുക്കൊരു എനർജി നമ്മുടെ സോൾ എന്ന് പറയും, നമ്മുടെ ആത്മാവ്, നമ്മുടെ ജീവൻ, ഇത് തന്നെ സംഭവം. ഇതിലേക്ക് നമുക്ക് വേറൊരാളുടെ ജീവൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റത്തില്ല. ഇവിടുന്ന് എടുത്ത് വേറൊരാൾ കൊണ്ടെടുത്ത് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അത് ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ അത് വേറെ ആളത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം മരിച്ചു പോയില്ലേ? അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ സയൻസിൽ എത്രത്തോളം പരകായ പ്രവേശനം നടക്കേണ്ടതാണ് സർജറി ചെയ്യുമ്പോഴൊക്കെ. പക്ഷേ മെഡിക്കൽ സയൻസിലും ഇതേ സംഭവം നമുക്ക് പരകായ പ്രവേശനമുള്ള ഇമോഷൻസ് കൊടുക്കാൻ പറ്റും ചില സാധനങ്ങളിലൊക്കെ. അത് ജീൻ വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻഫർമേഷനാണ്. ഞാൻ ഈ പരകായ പ്രവേശനമായിട്ട് കണക്ട് ചെയ്തല്ല എങ്കിലും ഞാൻ പറയാം. സർജറി ചെയ്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്ത കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ചിക്കൻ കഴിക്കാത്ത കുട്ടികൾക്ക് ചിക്കൻ നഗറ്റ്സിനോട് താല്പര്യമുണ്ടായ കഥകളൊക്കെ വന്നിട്ടുണ്ട്. ഹാർട്ട് കൊടുത്താൽ ഇമോഷൻസും ആ സെല്ലിലുള്ള സെല്ലുലാർ മെമ്മറിയും ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇത് ഡോർമെൻ്റ് ആയിരിക്കും മിക്ക കേസുകളിലും. പക്ഷേ ഡോർമെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പതുക്കെ അത് സ്പ്രെഡായി അത് ഡൊമിനേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തിയിലേക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യപ്പെടുകയും അയാൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അത് ഈ പറയുന്ന ചിക്കൻ നഗറ്റ്സുള്ള ഏത് കാര്യമാണോ ആദ്യം ഉണ്ടായിരുന്ന വ്യക്തി ഇമോഷണലി കണക്ട് ചെയ്ത് സംഭവം എടുക്കാം. ഓക്കെ. പക്ഷേ നമ്മളിപ്പോൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ ഒക്കെ ഇടുന്നുണ്ടല്ലോ, അത് നമ്മളുടെ ആത്മാവിനെ നമ്മൾ ഫ്രീ ആയിട്ട് ലൈക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകുന്ന ഒരു സ്റ്റേറ്റ് ആണല്ലോ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതെ. അപ്പോ അതെങ്ങനെയാണ് അത് പോസിബിൾ ആവുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ ആസ്ട്രൽ പ്രൊജക്ഷൻ അത് ചെയ്തിട്ടില്ല. എനിക്കത് എങ്ങനെയാണെന്ന് ഉള്ളത് പറയാനുള്ളൊരു, കാരണം നമ്മൾ ചെയ്ത് അനുഭവിച്ചാൽ മാത്രമേ. സയൻസ് സമ്മതിക്കുന്നതാണോ? ഇല്ല, സ്യൂഡോ ആണ്. ഓക്കെ. നോബഡി ക്യാൻ പ്രൂവ് ഇറ്റ്. ഓക്കെ. ഇപ്പൊ ഒരുപാട് പേര് യൂട്യൂബ് നോക്കി ആസ്ട്രൽ പ്രൊജക്ഷൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. വട്ടായി പോവും ഉറപ്പാ. അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാൻ ട്രൈ ചെയ്ത ആളാണ് പ്രായമായ ഒരു വല്യപ്പനെയും വല്യമ്മേനെയും കൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഒരു ചരിത്രം ഉണ്ടാകുന്നുണ്ടോ? സൈക്കോ സാമിയൻ സിനിമ ഇതിനകത്ത് പറഞ്ഞുള്ള അയാളുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കേസ് ഓർമ്മയുണ്ട്. അത് ആസ്ട്രൽ പ്രൊജക്ഷൻ ട്രൈ ചെയ്താണ്. മാനസികമായി ഇളകിപ്പോയി. ഓക്കെ. അപ്പൊ അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ. പക്ഷെ ഞാൻ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞല്ലോ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് ഞാൻ ആരോടൊക്കെ സംസാരിച്ചപ്പോ നമ്മൾ ഈ സ്ലീപ്പ് പാരാലിസിസിന്റെ ഒരു അനുഭവം ഉണ്ട് എനിക്ക്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞത് അത് ഭയങ്കര ഭാഗ്യമാണ്, ഞങ്ങളൊക്കെ അത് കിട്ടാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഈ ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് ഈ സ്ലീപ്പ് പാരാലിസിസിനെ അവർ കാണുന്നത്. കാരണം അതിൽ നിന്നും എല്ലാം ഡെവലപ്പ് ചെയ്ത് ആത്മാവിനെ ഫ്രീ ആയിട്ട് വിടാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
അപ്പൊ അതൊരു ഭാഗ്യമായിട്ടാണ് കാണേണ്ടത് എന്നൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ആത്മാവിനെ എങ്ങനെ ഒരു വിടും അറിയില്ല. അത് ആസ്ട്രൽ പ്രൊജക്ഷൻ അൾട്ടിമേറ്റ്ലി പറഞ്ഞു വെക്കുന്നത് അതാണല്ലോ. 2-3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്. ആത്മാവിനെ ഇതിലൂടെ പുറത്തേക്ക് വിടും, ശരീരത്തിൽ നിന്ന് പോകുമെന്നാണ്. എങ്ങനെ പുറത്തേക്ക് പോകും? ഓക്കെ. ഈ പോയ ആത്മാവ് ഇതിലൂടെ തിരിച്ചു കയറും. ഈ പോയ ആത്മാവിന്റെ സ്റ്റേജ് എന്താണ്? ഈ പോയ ആത്മാവ് എന്താണ് കാണുന്നത്? നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ആത്മാക്കൾക്ക് പോകാൻ പറ്റും എന്നൊക്കെയല്ലേ? ഇതൊരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള സംഭവമാണ്, ഒരിക്കലും സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ. പക്ഷേ ആസ്ട്രൽ പ്രൊജക്ഷൻ അനുഭവിച്ചവരുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരാളുമായി ഞാൻ സംസാരിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ യൂട്യൂബിലൊക്കെ കയറി നോക്കുമ്പോൾ എനിക്ക് കാണാനുണ്ട്. പ്യൂർ ഹാലൂസിനേഷൻ. ഹിപ്നോതെറാപ്പിയിൽ ഞാൻ കൊടുക്കുന്ന ഹാലൂസിനേഷൻസ് ഉണ്ട്. ഓക്കെ. ഹിപ്നോതെറാപ്പി അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ ഹിപ്നോതെറാപ്പിയിൽ ഹാലൂസിനേഷൻ വഴി മരിച്ച ആളുകൾ നമ്മൾ കാണിച്ചു കൊടുക്കും. ഇപ്പോൾ നിങ്ങൾ വേറെ സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് പറയും, എക്സ്ട്രീം കോൾഡ് ഫീൽ കിട്ടും. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് -30 ഡിഗ്രി ടെമ്പറേച്ചറുള്ള സ്ഥലത്താണ്, നിങ്ങളുടെ കാലുകൾ മരച്ച് തണുത്ത് മരച്ചിട്ടുണ്ടാവും. എന്ന ഹിപ്നോട്ടിസം ചെയ്തിട്ട് ആ വ്യക്തിയോട് സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ കാലിൽ മരപ്പ് ഫീൽ ചെയ്യും. ശരിക്കും നമ്മൾ പിടിച്ചു നോക്കിയാൽ തന്നെ കാലിന് തണുപ്പ് ഫീൽ ചെയ്യും. അത് ഹിപ്നോസിൽ ഹാലൂസിനേഷനിൽ ഒരു ശരീരത്തിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ ദിസ് ഇസ് ഓൾസോ പോസിബിൾ. അപ്പോൾ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ തെറ്റാണെന്നാണ്. എനിക്കതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ അറിയത്തില്ല, പക്ഷേ ഇതായിരിക്കും ഈ 2-3 ക്വസ്റ്റ്യൻസ് ഇവർക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയാൻ പറ്റും. ഇതിനോട് ആൻസർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആസ്ട്രൽ പ്രൊജക്ഷൻ. ഈ മരണശേഷം ഈ ആത്മാവ് പോവാന്നല്ലേ നമ്മൾ പറയുന്നത്? അത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ആൻസർ ഇതുവരെ ആർക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിലും ഇതിനോട് ആൻസർ ഇല്ലാത്തത്. നമ്മൾ വേറൊരു, എനിക്ക് അവരുടെ ഡെസിഗ്നേഷൻ എനിക്ക് ഓർമ്മയില്ല, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ എന്തോ തെറാപ്പിസ്റ്റ് ആണ് അവര്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആ സോളിന് ഡിസൈഡ് ചെയ്യാം ഇനി എത്ര കാലം ജീവിക്കണം എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. എന്റെ മരണശേഷം എന്റെ സോള് പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ, ആ പോകുന്ന സോളിന് ഓക്കെ ഇനി എനിക്കൊരു 5-6 മാസം കൂടി ജീവിക്കണം എന്ന് പറഞ്ഞ് മറ്റൊരു ഗർഭപാത്രത്തിൽ കുഞ്ഞായി ജനിച്ച് ഈ 5-6 മാസം കഴിയുമ്പോൾ മരിക്കാം. അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ക്ലിനിക്കലി പ്രൂൺ ആയിട്ടുള്ള ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് നടക്കുന്ന കാര്യമാണോ? പക്ഷെ ഇത് എങ്ങനെ ക്ലിനിക്കലി പ്രൂവ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മൾ മരിച്ചിരിക്കും, അപ്പോൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തവസ്ഥയാണെന്ന് ഒന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യ ലോകത്തുണ്ടോ? ഈ മരണത്തിന്റെ അടുത്ത് വരെ പോയി തിരിച്ചു വന്നു അവരെല്ലാവരും കോമൺ ആയി പറയുന്ന NDE എന്ന് പറയും, നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് 2-3 രീതിയിലാണ് എക്സ്പ്ലനേഷൻ വരുന്നത്. ആദ്യത്തെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, നമ്മൾ NDE എന്ന് പറയുമ്പോഴേക്കും യുവർ ന്യൂറോൺസ് ഡൈ. ന്യൂറോൺസിനൊരു ക്രമമുണ്ട്. ആദ്യം പഴയ ചിന്തകളിൽ നിന്നായിരിക്കും പതുക്കെ കട്ട് ചെയ്ത് പോകുന്നത്. പഴയ ആദ്യത്തെ ഉണ്ടായ നമുക്ക് 2 തരം ഓർമ്മകളാണുള്ളത്. ഒന്ന് പ്രിമിറ്റീവ് മെമ്മറിയും റീസെൻറ്റ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ പ്രിമിറ്റീവ് മെമ്മറി ആയിരിക്കും പതുക്കെ ന്യൂറോൺസ് മരിച്ച് തുടങ്ങുന്നത്. ആ സമയത്ത് പ്രിമിറ്റീവായിട്ട് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പഴയ ചിന്തകൾ ഇന്ററപ്റ്റ് ചെയ്യലേ, നമ്മൾ ഈ മരിക്കുന്ന സമയത്തെ നമ്മളൊരു ഫ്ലാഷ് ഓഫ് സെക്കൻഡിൽ നമ്മുടെ ലൈഫ് മുഴുവൻ കാണുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അതാണോ ഇത്? അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് മില്യൺസ് ഓഫ് ന്യൂറോൺസ് ഡൈ ഇൻ സെക്കൻഡ്സ്. ഡൈ മരിച്ചു കഴിയുമ്പോൾ മില്യൺസ് ഓഫ് ന്യൂറോൺസ് മരിക്കും. അപ്പോൾ ആ പടപടാ നിങ്ങൾ ഫ്ലാഷായിട്ട് പോയിക്കൊണ്ടിരിക്കും. അത് ഏറ്റവും ലേറ്റസ്റ്റ് മെമ്മറിയിൽ വന്നിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഒരു ഡിജിറ്റൽ TV കാണുന്ന പോലെ നമ്മൾ കണ്ടു. പക്ഷേ നമ്മൾ യു ആർ ഡൈയിങ് എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ. പക്ഷേ ഈ നിയർ ടു ഡെത്ത് എക്സ്പീരിയൻസ് ഉള്ള കുറേ പേര് പറയുന്ന മറ്റൊരു കാര്യം ഒരു വെളിച്ചം കണ്ടു എന്നാണ്. ഓക്കെ. അങ്ങനെ പറയുന്ന എനിക്കാരെയും ഡയറക്റ്റ്ലി എനിക്കറിയില്ല, ഞാൻ വായിച്ചതും ചില വീഡിയോകളിൽ കണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വെളിച്ചം അൾട്ടിമേറ്റ്ലി അവർ കണ്ടു എന്ന് പറയാം. എന്തായിരിക്കും വെളിച്ചം എന്ന് പറയുന്നത്? സ്വാഭാവികമായിട്ടും ഹാലൂസിനേഷനിലേക്കാണ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ. എല്ലാവരും പലതിനും പല വെളിച്ചം കണ്ടിരിക്കുന്നത്. ചിലർ റെഡ് വെളിച്ചം കണ്ടവരുണ്ട്, മഞ്ഞ വെളിച്ചം കണ്ടവരുണ്ട്, വൈറ്റ് വെളിച്ചം കണ്ടവരുണ്ട്. അത് മിക്കവരും ഹാലൂസിനേഷൻ ആയിരിക്കാം. അതേ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് എന്ത് കണ്ടു എന്ന് പറയാനും പറ്റത്തില്ല. എനിക്കും അറിയാവുന്ന ആളുകളുണ്ട്, നമുക്ക് മരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പോയിട്ട് തിരിച്ചു വന്ന ആളുകൾ. അയാൾ പറഞ്ഞത് എൻ്റെ അടുത്തൊരു സുഹൃത്ത് തന്നെയാണ്. അപ്പോൾ ഇയാൾ ഒരു ആക്സിഡൻറ്റിൽ വീണാണ്. ഇയാളും ഇയാളുടെ കൊച്ചുണ്ടായിരുന്നു, കൊച്ചു മരിച്ചുപോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ മരണശേഷം അപ്പോൾ ആ വീണ് കിടക്കുന്ന സമയത്ത് ആൾ കണ്ടത് ഇതേപോലെ ഒരു ടണലിൽ കൂടെ പോകുന്ന പോലെ കണ്ടു. ടണലിൽ കൂടെ പോയപ്പോൾ ഇയാളും ഉണ്ട്, കൂടെ കുട്ടിയുണ്ട്. 2 പേര് നടന്നു പോയി. കുറേ ചെന്ന് കഴിഞ്ഞപ്പോഴും കുട്ടി അങ്ങോട്ട് പോയി, ഇയാൾ തിരിച്ചു വന്നു. പക്ഷേ ഇയാൾ ജീവിച്ചു. ഈ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിക്കും. എനിക്കറിയാവുന്ന ആളാണ്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. എനിക്കറിയാവുന്ന ആളാണ്. ആളുടെ പേരുണ്ട്. അദ്ദേഹം ഇങ്ങനത്തെ വെളിച്ചം കണ്ടിട്ടുണ്ടോ? വെളിച്ചം കണ്ടല്ല, അയാൾ കണ്ടൊരു ടണലിൽ കൂടെ പോകുന്നത്. ടണലിൽ വൈറ്റ് ആണ് ഒരു വെളിച്ചം കണ്ടത്. ആ വൈറ്റ് വെളിച്ചത്തോട്ട് പോയി. ഒരു പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരു സയൻറ്റിഫിക് ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റില്ലെങ്കിലും കുറച്ചുകൂടെ ഇതിന് മാറി എന്ന് ചിന്തിക്കുമ്പോൾ പല ശാസ്ത്രശാഖകളും പറയുന്നത് മരണശേഷം നമ്മളതിൻ്റെ എൻലൈറ്റ്മെൻറ്റിലേക്ക് എത്തുന്നത് ഇങ്ങനെ ടണലിലൂടെ ചെന്നതിന് ശേഷമാണ് അടുത്തൊരു ഗ്രേഡിലേക്ക് എത്തുക എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ശാസ്ത്രീയ വശം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ. ഇപ്പോൾ ഈ സോളിന് പുറത്തു പോകാൻ പറ്റില്ല അല്ലെങ്കിൽ സോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ആത്മാക്കളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്?
ആത്മാക്കളോട് സംസാരിക്കുന്ന മിക്ക ആളുകളും ഹാലൂസിനേഷൻസ് ആണ് ഞാൻ പറയുള്ളൂ. ഈ ഹോജോ ബോർഡ് അതല്ലെങ്കിൽ വേറൊരു നമ്മൾ എഴുതുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്നുവെച്ചാൽ ആ സോൾ നമ്മളോട് പറയുന്നത്, ഇപ്പൊ ഞാനാണ് അത് ചെയ്യുന്നതെങ്കിൽ ആ സോൾ പറയുന്നതാണ് ഞാൻ എഴുതുന്നതെന്നാണ്. അതിനൊരു ടേം ഉണ്ട്, ഞാനത് മറന്നുപോയതാണ്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അത് ഹിപ്നോതെറാപ്പിയിൽ ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയും. ഓക്കെ. എന്ന് വെച്ചാൽ നമ്മുടെ പഴയ ജന്മം അല്ല, നമ്മുടെ ജീനിൽ കിടക്കുന്ന ഇൻഫർമേഷനിൽ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും എന്നുള്ളതാണ്. 7 തലമുറ മുതൽ 14 തലമുറ വരെ ഓപ്പൺ ആക്കാൻ പറ്റുമെന്നാണ് ജീനോമിക് സ്റ്റഡി നടത്തുന്ന സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. നമ്മുടെ ജീൻ മെമ്മറി അത്രയും ഉണ്ടാവും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഓപ്പൺ ആക്കുന്നത് ചിലപ്പോൾ 2-3 തലമുറ മുമ്പുള്ള ഇൻഫർമേഷൻ ആയിരിക്കാം ഒരുപക്ഷെ ഇയാളുടെ മനസ്സിൽ നിന്നും ഇപ്പോൾ എഴുതിപ്പെടുമ്പോൾ പറയുന്ന സംഭവങ്ങൾ. അത് സോളായിട്ട് പറയുന്നതായിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ആയിരിക്കുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഹോജോ ബോർഡൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഞാൻ ലൈക്ക് ആ സംഭവം മൂവ് ചെയ്യുന്നത് ഓരോരുത്തരുടെ ലൈഫിന്റെ കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നടക്കുന്നത്? ഞാനത് കളിച്ചിട്ടില്ല കേട്ടോ. അതായത് ഓജോ ബോർഡ് നല്ല ശരിക്കും VG ബോർഡ് എന്ന് ശരിക്കും അതിനത് പറയുന്നത്. VG ബോർഡ് എന്നാണ് റിയൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, ഓജോ എന്നല്ല. നമ്മൾ മലയാളത്തിൽ മാത്രമല്ല ഓജോ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽസ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഇതിന് 3 ഇഡിയോമോട്ടോർ റെസ്പോൺസ് എന്നേ പറയാൻ പറ്റുള്ളൂ ഈ സാധനം മൂവിന്ന്. പക്ഷേ ഇത് ഇൻഫാക്ട് ഞാൻ പറയും ഇത് കളിക്കുന്നത് നല്ലതല്ല. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്നോട് പറഞ്ഞു നല്ലതല്ല. ഇന്ന് ഞാനത് ഇവിടെ ഇരുന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ ഇവിടുത്തെ ഒരു കൊച്ച് പറയണ്ടായി, അവളൊരു വട്ടം ഈ ബോയോടൊക്കെ വരച്ചിട്ട് കളിച്ചതിന് ശേഷം അന്നോട് പറഞ്ഞിരുന്നു മേ ബി ആ ഒരു കുറച്ച് ഡിസ്റ്റർബൻസസ് ഉണ്ടാവാം. ഉറപ്പാണ്. അത് അവർ ഇപ്പോഴും ആ കൾച്ചർ റൂമിൽ ഇവർ ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ അവർ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു കേസ് വന്നതാണ്. അപ്പോൾ ആര് വന്നത്, ആ കൊച്ചു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ്. വണ്ടിക്ക് ഫ്രണ്ട് ചാടാൻ തുടങ്ങും, കൈ മുറിക്കാൻ തുടങ്ങും. ലാസ്റ്റ് അവർക്ക് ആ ഒരു വേറൊരു പ്രസൻസ് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഞാൻ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയുന്നത്, കാരണം പഴയൊരു ഇൻ്റർവ്യൂവിൽ നമ്മളോട് ഇത് പറഞ്ഞിരിക്കുന്നുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഹിപ്നോസിസും ഇത് രണ്ടും കണക്റ്റഡ് ആണെങ്കിലും രണ്ട് വിഭാഗമാണ്. ഹിപ്നോതെറാപ്പി ശരിക്കും പ്യൂർലി നമുക്ക് ഇപ്പോഴത്തെ സ്റ്റേജിൽ കണക്ട് ചെയ്ത് നമുക്ക് ഒരാളെ പ്രോബ്ലത്തിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. മറ്റേന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതിനപ്പുറത്തമായ ചില അതീന്ദ്രിയമായ പ്രോബ്ലംസും ഉണ്ട്. ഓക്കെ. പക്ഷേ അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവുകളില്ല. തെളിവ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെ തെളിവ് പറയും? ഞാൻ ആദ്യം പറഞ്ഞ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ പറഞ്ഞ പോലെ ദർ ഇസ് നോ പ്രൂഫ് ഫോർ ദാറ്റ്. അതുപോലെയാണ് ഇത്. നമുക്ക് ആത്മാവ് ഉണ്ടോന്ന് പോലെ ആൾക്കാർ പറയുന്ന സംശയമായിട്ട് പറയുന്ന ആളുകളാണ്. പക്ഷേ ജിനോ എക്സോർസിസം പഠിക്കുന്ന ഒരാളാണ്. ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോ ആത്മാവ് ഇല്ല എന്ന് വിശ്വസിക്കാനും പറ്റില്ല. ഞാൻ ആ ടോപ്പിക്ക് ഇവിടെ എടുക്കാത്തതിന്റെ കാരണം എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഇന്റർവ്യൂവിൽ പറഞ്ഞത് എക്സോർസിസം ഞാൻ പഠിച്ചത് തന്നെയാണ്. എക്സോർസിസം എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും ഇത് എന്ത് സ്യൂഡോ അങ്ങനെയാണ് പറയും. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു സ്യൂഡോ മെന്റാലിറ്റിയും ഒരു ഹിപ്നോതെറാപ്പി പോലത്തെ മെന്റാലിറ്റിയും ഒപ്പം കൊണ്ടുപോകുന്നത്? ഞാൻ സ്യൂഡോ മെന്റാലിറ്റി അല്ല, ഇതിന്റെ റിയാലിറ്റി എനിക്ക് എന്താണെന്ന് എനിക്കറിയാം. ഓക്കെ. അപ്പോൾ അത് നീഡായിട്ടുള്ള ആളുകളാണ് കൂടുതലും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ പഠിച്ചതല്ല, ഞാൻ പഠിച്ചത് ഫാദർ വിൻസെന്റ് ലാംബർട്ട് എന്ന് പറയും. നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ഉണ്ട് അദ്ദേഹത്തെ കുറിച്ച്. അതല്ലേ? അദ്ദേഹമാണ് ശരിക്കും ചീഫ് വത്തിക്കാനിലെ മെയിൻ ആയിട്ടുള്ള എക്സോർസിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു എക്സോർസിസ്റ്റ് ജിനുവിനോട് ഞാൻ ആത്മാവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഹിപ്നോട്ടിസ്റ്റ് ജിനുവിനോട് ചോദിച്ചാലുള്ള ഉത്തരം എനിക്ക് കിട്ടിക്കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചോദിച്ചത്. ഉണ്ട് എന്ന് പറയും. അതിന് ഞാനൊരു തെളിവ് ചോദിച്ചാൽ എന്ത് പറയും? എനിക്ക് പറയാൻ പറ്റില്ല, കാണിച്ചു തരാനേ പറ്റുള്ളൂ. കാണിച്ചു തരുമോ? എന്നിട്ട് ഇപ്പോഴല്ല കാണിച്ചു തരുന്നത്. അങ്ങനെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ കുറിച്ചൊരു ബന്ധമില്ലെങ്കിൽ നമുക്കത് വന്ന് കാണാൻ പറ്റും. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ സംശയാലുക്കളായ ആളുകൾക്ക് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ വേറെ ആൾക്കൊന്നും കാണിക്കുന്നില്ല, ഒരിക്കലും ആരെയും കാണിച്ചു കൊടുക്കത്തില്ല. അങ്ങനെ ഈ പ്രോസസ്സ് പ്യൂർലി അത് സേഫാണ്, സെക്യൂറാണ്, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യൻ്റെ ഇൻഫ്ലുവൻസ് വരാൻ പറ്റില്ല. ഓക്കെ. നമ്മൾ ഈ ഹോജോ ബോർഡ് കളിക്കുമ്പോൾ പറഞ്ഞു നമുക്ക് വിശ്വാസമില്ലാത്തവർ അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അത് നടക്കില്ലെന്നൊക്കെ പറയും. VG ബോർഡ് അത് ശരിയാണോ? വിശ്വാസമില്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഏത് കാര്യത്തിലും ഇതിനകത്തൊരു മാനസികമായിട്ടുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് വില്ലിങ് ആണെങ്കിലും നടക്കത്തുള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ എക്സോർസിസം ചെയ്യണമെങ്കിൽ തന്നെയാണെങ്കിലും നമ്മുടെ നമ്മുടെ മേത്ത് ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് വരണമെങ്കിൽ തന്നെയാണെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് വില്ലിങ് ആണെങ്കിൽ മാത്രമേ സംഭവിക്കുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങളുടെ മനസ്സ് വീക്കായി പോകും. വീക്കർ മൈൻഡായിട്ടുള്ള ആളുകൾക്കായിരിക്കും കൂടുതലും ഇതിൻ്റെ റിഫ്ലക്ഷൻസ് കിട്ടുക. ഓക്കെ. ഇനി രണ്ട് ചോദ്യം കഴിച്ചിട്ട് ഞാൻ നിർത്താം. രണ്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒന്ന്, ഇതുപോലെ മറ്റൊരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, ഈ കള്ളു കുടിക്കുന്നവർ അല്ലെങ്കിൽ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരിലേക്ക് പൊസഷൻ പെട്ടെന്ന് നടക്കും, അല്ലെങ്കിൽ ആത്മാക്കൾക്ക് അവരുടെ ശരീരങ്ങളിലേക്ക് എത്താൻ എളുപ്പമാണെന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെയൊന്നുമില്ല. യൂറോപ്യൻ കൺട്രികളിൽ മിക്ക ആളുകളും മദ്യപിക്കുന്ന ആളുകളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ക്ലൈമറ്റ് അങ്ങനെയാണ്.
ഉദാഹരണം നമുക്കിപ്പോൾ എക്സ്ട്രീം തണുപ്പുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് മദ്യപിച്ചേ പറ്റുള്ളൂ. അവരുടെ ലൈഫിനെ സർവൈവ് ചെയ്യണമെങ്കിൽ അങ്ങനെ പറ്റത്തുള്ളൂ. അതിനാണെങ്കിൽ അവിടേക്ക് ഏറ്റവും കൂടുതൽ പൊസഷൻ ഉണ്ടാകണമല്ലേ. ഇതെല്ലാം നമ്മൾ വിളിച്ചു വരുന്ന കേസുകളാണ്. ഒരിക്കലും ഒരാളുടെ ദേഹത്തേക്ക് ഓടിച്ചെന്ന് കയറാനുള്ള സംഭവങ്ങളൊന്നും ഈ പറയുന്ന ഇതിന് കിട്ടത്തില്ല. ഇല്ല. അപ്പോൾ എങ്ങനെ തരത്തിലുള്ള ആൾക്കാരെയായിരിക്കും ഈ ആത്മാക്കൾ ചൂസ് ചെയ്യുന്നത്? അങ്ങനെ ചൂസ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇത് 1% നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാം സൈക്കോസോമാറ്റിക് ആൻഡ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ള ആളുകളാണ്. ഓക്കെ. 1%. ചിലർ പറയും എനിക്കിങ്ങനെ എൻ്റെ പുറകിൽ നിന്ന് ഒരാൾ ഇങ്ങനെ പറയുന്ന പോലെ ഇങ്ങനെ തോന്നുമെന്ന് പറയും. OCD ആണത്, അല്ലാതെ ആത്മാവൊന്നുമല്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോഴേക്കും എൻ്റെ വീട്ടിലിങ്ങനെ ആൾക്കാർ വരുന്ന പോലെ തോന്നും. അവിടെ ഒരാൾ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നും. എനിക്ക് എല്ലാ ദിവസവും കാണാറുണ്ട് സാറേ. ഡോറ് മുട്ടുന്ന പോലെ തോന്നും. ഡോറ് ഞാൻ ചെന്ന് ഓർക്കുമ്പോൾ ആരുമില്ല. അപ്പോൾ എൻ്റെ അമ്മ പറയുന്നു, സാറേ ഇത് കുറേ ദിവസമായിട്ട് കുറേ വർഷമായിട്ട് പിന്നെ ഇതാ പ്രശ്നം, സ്കീസോഫ്രീനിയ. ഓക്കെ. അങ്ങനെയുള്ള അസുഖമുള്ളവരാരും തനിക്ക് അസുഖമുണ്ടോ എന്ന് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആകെ വളരെ ഇതും സൈക്കോളജിക്കൽ ഇഷ്യൂസിനെയും ഈ എക്സോർസിസം എന്ന് പറയുന്ന കേസിൽ വരുന്ന പൊസസ്ഡ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങൾ തിരിച്ചറിയാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചില ആളുകൾക്ക് കണ്ടിട്ട് അതീന്ദ്രിയമായ ചില കാഴ്ചകൾ കാണാം. അതീന്ദ്രിയമായിട്ട് കാണാൻ പറ്റാത്ത, നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങൾ കണ്ടെന്നും വരും. ഓക്കെ. ഇനി മറ്റൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ആത്മാക്കളെ മേ ബി 1% ഉണ്ടായിരിക്കും, എന്നാൽ ഇത് കണ്ടു എന്ന് അവകാശപ്പെടുന്നവരുണ്ടല്ലോ. അവർ 2 ടൈപ്പ് ഓഫ് ആൾക്കാരെ ഞാൻ കണ്ടിരിക്കുന്നത്. ഒന്ന് ഭയങ്കര നോർമലി, അല്ലെങ്കിൽ ജോർജ് മാത്യു സാർ പറഞ്ഞ നമ്മുടെ ഇമാജിനേഷൻ ആണ് നമ്മൾ കാണുന്ന രൂപം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മളെങ്ങനെ ഇമാജിൻ ചെയ്യുന്നു അതുപോലെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ചില ആൾക്കാരുടെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് വലിയ തകരാറുകളൊന്നും ഇല്ലാത്ത നോർമലി ഒരാളെ കാണുന്നു. പക്ഷെ ചില ആൾക്കാർ കാണുന്ന രൂപം ഭയങ്കര ഭീകരമാണ്. കുറെ വെട്ടുപാടുകൾ, അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ പേടിക്കുന്ന രീതിയിൽ. അങ്ങനെ 2 ടൈപ്പ് ഓഫ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഇതിലൊരു കാര്യമുണ്ട്. നമുക്ക് ഈ ആത്മാക്കളെ കാണുക, ദൈവത്തിനെ കാണുക എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്, കണ്ടവരുമുണ്ട്. 2 പേരോ 3 പേരോ ഒന്നിച്ചിരിക്കുമ്പോൾ ആരും ഒരു ആത്മാവിനെയോ ഒരു ദൈവത്തെയോ കണ്ടിട്ടുണ്ടാവില്ല. കാണുന്നത് 3 പെർസെപ്ഷനുള്ള കാഴ്ചകളായിരിക്കും. ദാറ്റ്സ് ഓൾ മൈൻഡ് ആൻഡ് പെർസെപ്ഷൻ. ജോർജ് മാ സാറ് പറഞ്ഞത് എക്സാക്ട്ലി ഇത് സെയിമാണ്. കാരണം അവർ കാണുന്ന വിഷ്വലിൽ എന്താണ് അവരുടെ മനസ്സിലുള്ളത് അതേ കാണുള്ളൂ. നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്യണമെങ്കിൽ അങ്ങനെയല്ലേ. പുറത്തുനിന്നൊരു സാധനം അകത്തേക്ക് വന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റില്ല. അല്ല, സെൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അകത്തുനിന്നുള്ള ഫീലിങ്സോട് നമ്മൾ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. പുറത്തുനിന്ന് റിഫ്ലക്റ്റിംഗ് സാധനങ്ങൾ കണ്ട് നമ്മൾ മൈൻഡ് പെർസീവ് ചെയ്യത്തുള്ളൂ. ആത്മാവിടുന്ന ഉടുപ്പൊക്കെ നമ്മൾ സങ്കല്പമാണോ? ഈ ആത്മാവ് അതൊക്കെ ഒരു സിമ്പിളായിട്ട് മനസ്സിൽ കിടക്കുന്ന സംഭവമായിരിക്കും ആൾക്കാരുടെ. വെള്ള ഡ്രസ്സ്, പിന്നെന്താ, നമ്മുടെ ഇവിടെയാണെങ്കിൽ വെള്ള സാരിയാണ്. അതെ, അതാണ് നമ്മുടെ ഒരു, അത് അറിയല്ലോ, നമ്മളൊരു ഇമാജിനേഷനിൽ ഉണ്ടാകുന്ന സംഭവമാണ് ഇതെല്ലാം. മനുഷ്യൻ കണ്ടിട്ടില്ലാത്തതിനെ മനുഷ്യൻ ഇമാജിനേറ്റ് ചെയ്യും. അതെങ്ങനെയാണോ? രൂപമുണ്ടോ? ഇല്ല. ഞാൻ ആദ്യം ഇത് എനർജി എന്ന് പറയുന്ന സംഭവമാണ്. പ്ലാന്റ്സിന്റെ എനർജി ഉണ്ട്, അറിയാമോ? എന്ന് വിചാരിച്ചാൽ പ്ലാന്റ്സിന് സോൾ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. പ്ലാന്റ്സിന്റെ എനർജി എന്നാൽ യൂണിവേഴ്സിൽ ഒരു വൈറ്റൽ എനർജി എല്ലാത്തിലുണ്ട്. ഈവൻ ഹോമിയോപാത്തിൽ, സയൻസിൽ വരെ യൂസ് ചെയ്യുന്ന സംഭവമാണ് വൈറ്റൽ എനർജി, വൈറ്റൽ ഫോഴ്സ് എന്ന് പറയും. ഈ വൈറ്റൽ ഫോഴ്സിൽ നമുക്ക് ഒരു ചെടിയുടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചെടിയുടെ നമ്മൾ, അത് കുറേ പഠനങ്ങളുണ്ടല്ലോ അതിനെപ്പറ്റി. അപ്പോൾ ചെടിയോട് നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ആ ചെടി കരിഞ്ഞു പോകും. അതേസമയം വേറൊരു ചെടിയെ അടുത്ത് വെച്ചിട്ട് ആ ചെടിയുടെ നല്ലത് പറയുകയും ഡെയിലി വെള്ളം ഒഴിക്കുകയും നല്ലതാണ്, മിടുക്കനാണ്, അത് നല്ലതാണെന്നൊക്കെ പറഞ്ഞാൽ അത് വളരും. പരീക്ഷിച്ച് നോക്കാം. ഈവൻ വെള്ളം എടുത്ത് നോക്കുക. വെള്ളം എടുത്തിട്ട് 2 ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. ആ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് 1 ഗ്ലാസ്സിൽ വെള്ളത്തിട്ട് ഭയങ്കര അസഭ്യം പറയുകയും നശിച്ചു പോകുമെന്ന് പറഞ്ഞ് ഡെയിലി പറയുക. ഫ്രിഡ്ജ് വയ്ക്കുക. ഇത് നല്ലതാണെന്ന് പറയുക. ഫ്രിഡ്ജ് വയ്ക്കുക. ഇത് രണ്ടും ഫ്രീസായി കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ പറഞ്ഞ, അതായത് തെറി പറയുകയും അസഭ്യം പറയുകയും ചെയ്ത വെള്ളത്തിൻ്റെ ക്രിസ്റ്റലിന് വെട്ടലിങ്ങനെ പൊടിഞ്ഞിട്ടുണ്ടാവും. ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. സംശയമുള്ള ആളുകൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് എനർജി ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഇന്റർവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ സംശയങ്ങൾ വരികയാണെങ്കിൽ ജിനോ പറഞ്ഞ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അല്ലേ? യൂണിവേഴ്സൽ എനർജി എന്ന് പറയും, അതായത് നമ്മുടെ വൈറ്റൽ ഫോഴ്സ്. ഓക്കെ. എന്തായാലും ജിനോ ഒരുപാട് താങ്ക്സ്. വീണ്ടും ഞാൻ വിളിക്കാം. കുറച്ച് സംശയങ്ങൾ ഞാൻ വീണ്ടും പഠിച്ചു വന്നിട്ട്. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ശിൽപ. താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി.